ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. സ്പോക്കൺ ഹിന്ദി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഒരു കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് നിർത്തിയിട്ടിരിക്കുന്ന KSRTC ബസ്സിൽ തപ്പി ബാഗ് കാണാതെ ദിലീപ് തിരിച്ചു വന്ന രംഗമാണ്. അപ്പൊ ദിലീപ് എന്ന് പറഞ്ഞൊരു ചെറുക്കൻ വയനാട്ടിൽ നിന്ന് യാത്ര ചെയ്ത് കണ്ണൂരിലെത്തി. കണ്ണൂരിൽ ഇറങ്ങിയതിന് ശേഷം ഒരു ചായക്കടയിൽ കയറി ചായ കുടിച്ചു. പൈസ കൊടുക്കാൻ നോക്കുന്ന സമയത്ത് ബാഗ് കാണുന്നില്ല. അപ്പോഴാണ് ബാഗ് ബസ്സിൽ വെച്ച് മറന്നുപോയ കാര്യം അവൻ ഓർക്കുന്നത്. പിന്നെ അവനാണെങ്കിൽ മലയാളം ഭാഷ അറിയില്ല, ചായ കുടിച്ച കടയിലുള്ള ആൾക്ക് ഹിന്ദി അറിയില്ല. അപ്പം ഭാഷ അറിയാതെ അവൻ അനുഭവിക്കേണ്ടി വരുന്ന ദുരന്തങ്ങളെ പറ്റിയാണ് നമ്മൾ ലാസ്റ്റ് എപ്പിസോഡുകളിലൊക്കെ കണ്ടത്. അപ്പം ഇവന്റെ ഒരു KSRTC കണ്ടക്ടർ അവിടെ വന്ന് ചായ കുടിക്കുന്നു. ആ കണ്ടക്ടർ ഇവന് നിർദ്ദേശം കൊടുക്കുകയാണ്, നീ നിർത്തിയിട്ടിരിക്കുന്ന ബസ്സിലൊക്കെ ഒന്ന് പോയി നോക്കൂ. അപ്പൊ അവൻ അങ്ങനെ എല്ലാ ബസ്സിലും പോയി നോക്കി, ബാഗ് കണ്ടില്ല. ഏതാണ് എക്സാക്ട് ബസ് എന്ന് അറിയാനും പറ്റുന്നില്ല. KSRTC ബസ് ആയതുകൊണ്ട് ഏതാണ്ട് എല്ലാം ഒരുപോലെ ഉണ്ടാവും. അപ്പൊ അവൻ മിക്കവാറും നിർത്തിയിട്ടിരിക്കുന്ന എല്ലാത്തിലും പോയി നോക്കിയിട്ട് നിരാശനായി മടങ്ങി വന്ന് പറയാണ്, എൻ്റെ ബാഗ് കിട്ടിയില്ല എന്ന്. ബാക്കി കാണാം. കണ്ടക്ടർ കയ്യിലുള്ള ബാഗ് കാണിച്ചിട്ട്, ഇതാണോ നിന്റെ ബാഗ്? അപ്പം കണ്ടക്ടറിന്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ട്, കറുത്ത ബാഗ്. അപ്പൊ അത് കാണിച്ചിട്ട് ചോദിക്കുകയാണ്, ഇതാണോ നിന്റെ ബാഗ്? കണ്ടക്ടർ ഹാത്ത് മേ ജോ ബാഗ് ഹെ, ഹാത്ത് എന്ന് പറഞ്ഞാൽ കയ്യിൽ ഏത് ബാഗാണോ ഉള്ളത്, ജോ ബാഗ് ഏത് ബാഗാണോ കയ്യിലുള്ളത്, വോ ദിഖാനെ കെ ബാദ് അത് കാണിച്ചതിന് ശേഷം, ക്യാ യേ ഹേ തുമാരാ ബാഗ്, ഇതാണോ നിന്റെ ബാഗ്? കണ്ടക്ടർ ബാഗും പിടിച്ചിട്ടാണ് ചായ കുടിക്കാതിരിക്കുന്നത്. അപ്പൊ ദിലീപിന് ഈ ബാഗ് എടുത്ത് കാണിച്ചിട്ടാ പറയുന്നത്, ഹാത്ത് മേ ജോ ബാഗ് ഹേ, കയ്യിൽ ഏത് ബാഗാണോ ഉള്ളത്, വോ ദിഖാനെ കെ ബാദ് അത് കാണിച്ചതിന് ശേഷം പറയുന്നതാണ്, ക്യാ യേ ഹേ തുമാരാ ബാഗ്, ഇതാണോ നിന്റെ ബാഗ്? ക്യാ യേ ഹേ തുമാരാ ബാഗ്, ഇതാണോ നിന്റെ ബാഗ്? അവൻ ബാഗ് പരിശോധിച്ചിട്ട്, ഇത് തന്നെ സർ. അപ്പം ബാഗ് വാങ്ങി പരിശോധിച്ചു അവൻ. എന്നിട്ട് പറഞ്ഞു, ഇത് തന്നെ സർ. ഉസ്നെ ബാഗ് ചെക്ക് കിയാ ഔർ കഹാ യഹി ഹേ സർ, യഹി ഹേ സർ. യഹി ഹേ സർ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ സർ, സർ ഇത് തന്നെ. ഉസ്നെ ബാഗ് ചെക്ക് കിയാ, അവൻ ബാഗ് ചെക്ക് ചെയ്തു. ഔർ കഹാ എന്നിട്ട് പറഞ്ഞു, ബാഗ് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, ഇത് തന്നെ സർ, യഹി ഹേ സർ. ബാഗ് പരിശോധിച്ചിട്ട് പറഞ്ഞു എന്ന് പറയട്ടോ. അത് പറഞ്ഞു എന്ന് അവിടെ എഴുതിയിട്ടില്ലെങ്കിൽ അത് അണ്ടർസ്റ്റുഡ്. ഇനി അതിനാരും കമന്റ് ഇടണ്ട, എന്തുകൊണ്ട് പറഞ്ഞു എന്ന് കാണുന്നില്ല, കഹ എന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്, പറഞ്ഞു എന്ന്. ചില വേർഡ്സ് ഒക്കെ നമ്മൾ പറയാതെ തന്നെ അവിടെ ഒളിഞ്ഞിരിപ്പുണ്ടാവും. ഓക്കെ, അവൻ ബാഗ് പരിശോധിച്ചിട്ട് പറഞ്ഞു ഇത് തന്നെ സർ എന്ന് പറഞ്ഞാലും, അവൻ ബാഗ് പരിശോധിച്ച് ഇത് തന്നെ സർ എന്ന് പറഞ്ഞാലും ഒക്കത്തിന്റെ മീനിങ് ഒന്ന് തന്നെയാണ്. ഉസ്നെ ബാഗ് ചെക്ക് കിയ ഓർ കഹ യഹി ഹേ സർ. എൻ്റെ ഐ കാർഡ്, ആധാർ, ഫോൺ ഇതിൽ എല്ലാം ഉണ്ട്. മേര ഐ കാർഡ്, ആധാർ, ഫോൺ ഇസ്മേ സബ് കുച്ച് ഹെ. മേര എൻ്റെ ഐ കാർഡ്, ഐ കാർഡ് തന്നെ പഹചാൻ പത്രം എന്നും പറയട്ടോ. ഇനി അതിനും കമന്റ് വരും, ഐ കാർഡ് എന്ന് പറഞ്ഞാൽ ഹിന്ദി എന്താണെന്ന് ചോദിക്കും. ഐ കാർഡിന്റെ ഹിന്ദി പഹചാൻ പത്രം. പക്ഷേ പഹചാൻ പത്രം എന്നല്ല സംസാരിക്കാൻ നമ്മൾ പറയാം, ഐ കാർഡ് എന്ന് തന്നെയാ പറയാ. ആധാർ, ഫോൺ ഇസ്മേ സബ് കുച്ച് ഹെ. ഇസ്മേ സബ് കുച്ച് എന്ന് പറഞ്ഞാൽ അവൻ വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. അവൻ എന്തൊക്കെയാണോ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത് ആ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, ഇസ്മേ സബ് കുച്ച് ഹെ, ഇതിലെല്ലാം ഉണ്ട്. മേര ഐ കാർഡ്, ആധാർ, ഫോൺ ഇസ്മേ സബ് കുച്ച് ഹെ, ഇതിൽ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഐഡന്റിറ്റി ആണല്ലോ. അവന്റെ ആധാർ കാർഡ്, അവന്റെ ഫോട്ടോ ഉണ്ടാവും അതിൽ. ഐ കാർഡിൽ അവന്റെ ബാക്കി പേരും വയസ്സും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും. ഫോൺ അതും ഒരു ഐഡന്റിറ്റി തന്നെ. അപ്പൊ അവൻ്റെതാണെന്ന് പ്രൂഫ് ചെയ്യാനുള്ള എല്ലാ ഡോക്യുമെന്റ്സും അതിനകത്തുണ്ട്. എന്തെങ്കിലും നഷ്ടമായോ എന്ന് നോക്കൂ. ദേക്കോ തോ സഹി ക്യാ കുച്ച് ഗും ഹോ ഗയാ കി നഹി. ദേക്കോ തോ സഹി ഒന്ന് നോക്കിയേക്കോ. ദേക്കോ തോ സഹി എന്ന് പറഞ്ഞാൽ ഒന്ന് നോക്കിക്കോളൂ. ക്യാ കുച്ച് ഗും ഹോ ഗയാ കി നഹി. ക്യാ കുച്ച് ഗും ഹോ ഗയാ, ഗും ഹോന എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ. ക്യാ കുച്ച് ഗും ഹോ ഗയാ, എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന്. ഗയാ കി നഹി, ഉണ്ടോ എന്ന് നോക്കിക്കോളൂ. ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിക്കോളൂ. ഓക്കെ, ദേക്കോ തോ സഹി ഒന്ന് നോക്കിക്കോളൂ, എന്തെങ്കിലും നഷ്ടമായോ എന്ന്. പിന്നെ സ്പോക്കൺ ഹിന്ദി വീഡിയോയില് എപ്പോഴും ലിറ്ററലി ഓരോ വേർഡ് ബൈ വേർഡ് മീനിങ് ഹിന്ദിയിലും മലയാളത്തിലും മാച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ഹിന്ദിയിൽ സംസാരിക്കുന്ന രീതിയും മലയാളം സംസാരിക്കുന്ന രീതിയും തമ്മിൽ കുറച്ചൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ മീനിങ് ഒന്നാവുകയുള്ളൂ. എക്സാക്ട് വേർഡ് ബൈ വേർഡ് മീനിങ് വെച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇല്ല സർ എല്ലാം ഉണ്ട്. നെഹി സർ സബ് കുച്ച് ഹെ. ഇല്ല സർ നെഹി സർ സബ് കുച്ച് ഹെ എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ട്.
സബ് കുച്ച് എന്ന് പറഞ്ഞാൽ എല്ലാം, സബ് കുച്ച് ഹേ എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ അവന്റെ ഒരു സാധനം നഷ്ടമായിട്ടില്ല. ബാഗിൽ അവൻ എന്തൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടോ അതൊക്കെ ബാഗിനകത്തുണ്ട് എന്നാണ് അവൻ പറയാൻ ഉദ്ദേശിച്ചത്. നെയ് സർ സബ് കുച്ച്, ഇല്ല സർ എല്ലാമുണ്ട്. ഇനി മുതൽ കുറച്ച് ബോധത്തോടെ യാത്ര ചെയ്യുക. അബ് സേ തോടി സാവധാനി സേ യാത്ര കരേ. സാവധാനി എന്ന് പറഞ്ഞാൽ ശ്രദ്ധാപൂർവം. ശ്രദ്ധാപൂർവം എന്നുള്ളതിന് നമ്മള് മലയാളത്തിൽ ബോധത്തോടെ നടക്കുക, ബോധത്തോടെ പറയുക, അങ്ങനെ നമ്മൾ പറയില്ല. കുട്ടികളൊക്കെ എന്തെങ്കിലും കുറച്ച് ബോധത്തോടെ നടന്നോടെ നടക്കുക എന്ന് വെച്ചാൽ കുറച്ച് ശ്രദ്ധാപൂർവം നടന്നൂടെ. അതിനെ ഹിന്ദിയിൽ പറയുന്നതാണ് സാവധാനി. അബ് സേ ഇനി മുതൽ, തോടി കുറച്ച്, സാവധാനി സേ യാത്ര കരേ ബോധത്തോടെ യാത്ര ചെയ്യൂ. ബോധത്തോടെ യാത്ര ചെയ്യുന്ന സ്വന്തം സാധനങ്ങൾ സൂക്ഷിക്കാൻ പഠിക്കുക. ഇറങ്ങുന്ന സമയത്ത് ചെക്ക് ചെയ്യാൻ ഞാനെല്ലാം എടുത്തിട്ടുണ്ടോ എന്നുള്ളത്. പിന്നെ പൈസ അവൈലബിൾസ് എല്ലാം ഒരേ സ്ഥലത്ത് സൂക്ഷിക്കാതെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് മാറ്റിവെക്കുക. ഒരു ഐ കാർഡിന്റെ എന്തെങ്കിലും ഒരു കോപ്പിയോ കുറച്ച് പൈസയോ ചില്ലറ പൈസയൊക്കെ നമ്മുടെ പോക്കറ്റിലൊക്കെ വെക്കണം. പക്ഷെ എങ്ങനെയെങ്കിലും ഇത് മിസ്സായി പോകുക, ആരെങ്കിലും പിടിച്ചു പറിച്ചിട്ട് പോവുക, ആരെങ്കിലും കള്ളനൊക്കെ വന്ന് തട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ നമ്മളെ രക്ഷിക്കാനുള്ളൊരു പൈസയോ ഒരു ഐഡന്റിറ്റിയും നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും വേണം. ശരീരത്തിൽ എവിടെയെന്ന് പറഞ്ഞാൽ പോക്കറ്റാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അബ് സേ തോടി സാവധാനി സേ യാത്ര കരേ എന്ന് പറഞ്ഞാൽ ഇനി മുതൽ കുറച്ച് ബോധത്തോടെ യാത്ര ചെയ്യൂ. കുറച്ച് പണം എപ്പോഴും പോക്കറ്റിൽ സൂക്ഷിക്കണം. അപ്പനെ ജേബ് ഹമേശ കുച്ച് പൈസ രഖേ. പൈസ എന്ന് പറഞ്ഞാൽ പൈസ, രഖേ എന്ന് പറഞ്ഞാൽ വെക്കൂ. വെക്കൂ എന്ന് പറഞ്ഞാൽ ഇവിടെ മീൻ ചെയ്യുന്നത് സൂക്ഷിക്കണം എന്നുള്ളതിനാണ് രഖേ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പനെ ജേബുമേ സ്വന്തം പോക്കറ്റിൽ, അപ്പനെ എന്ന് പറഞ്ഞാൽ സ്വന്തം, ജേബുമേ ജേബ് എന്ന് പറഞ്ഞാൽ പോക്കറ്റാണ്. ഹമേശ എല്ലായ്പ്പോഴും, കുച്ച് പൈസയൊക്കെ കുറച്ച് പൈസയെങ്കിലും പോക്കറ്റിൽ വെക്കണം. എന്ന് വെച്ചാൽ ഒരു ബാഗിലോ എന്തിലോ ഒക്കെ വെച്ചാൽ ബാഗൊക്കെ മിസ്സാവാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ ഇതുപോലെ എവിടെയെങ്കിലും ഒന്ന് മയങ്ങി പോകുമ്പോൾ ആരെങ്കിലും എടുത്തിട്ട് പോകാം, അല്ലെങ്കിൽ ഇറങ്ങുമ്പോൾ ഇതുപോലെ എടുക്കുക. ഈ സിറ്റുവേഷൻ തന്നെ മനസ്സിൽ വെച്ചാൽ മതി. ഇതുപോലെയൊക്കെ നമ്മളും പെട്ടുപോകും ചിലപ്പോഴൊക്കെ. അപ്പോൾ അറ്റ്ലീസ്റ്റ് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഐഡന്റിറ്റിയോ കുറച്ച് പൈസ നമ്മുടെ പോക്കറ്റിലുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. ഇത് നിനക്ക് ഒരു പാഠമാകട്ടെ. യേ തുമാരി ലിയേ ഏക് സബക് ബന്നെ ദോ. സബക് എന്ന് പറഞ്ഞാൽ ഒരു ഗുണപാഠത്തിനാണ് പറയുന്നത് സബക്. നമുക്ക് ഒരു എന്തെങ്കിലും തെറ്റ് പറ്റുമ്പോൾ എല്ലാവരും പറയല, തെറ്റ് പറ്റിയാലും സാരല്ല, നിനക്കിതൊരു പാഠമായല്ലോ, നീ എന്തെങ്കിലും ഒന്ന് പഠിച്ചെടുത്തല്ലോ ഇതിലൂടെ. അതിനാണ് ഗുണപാഠത്തിന് പറയുന്നതാണ് സബക്. സബക് ബന്നേത് എന്നാണ് ഇത് നിനക്കൊരു പാഠമാകട്ടെ. യേ തുമാരി ലിയേ ഇത് നിനക്ക്, ഒരു നിളന് ഏക് സബക് ബന്നേത് ഒരു പാഠമാകട്ടെ. ആദ്യം രമേഷിന്റെ ബില്ലടച്ചോളൂ. അപ്പം കണ്ടക്ടർ ആണ് ഇത് ദിലീപിനോട് പറയുന്നത്. ദിലീപ് ചെക്കന്റെ പേരാണ്. കണ്ടക്ടർ ദിലീപിനോട് പറയുന്നു ആദ്യം രമേഷിന്റെ ബില്ലടച്ചോളൂ. രമേഷ് എന്ന് പറയുന്നത് ചായക്കടക്കാരൻ. പഹലെ രമേഷ് കാ ബിൽ ചുക്കാവോ. പഹലെ ആദ്യം, രമേഷിന്റെ ബിൽ ചുക്കാവോ ബില്ലടച്ചോളൂ. ചുക്കാന എന്ന് പറഞ്ഞാൽ എന്റെ കടം ഉണ്ടെങ്കിൽ അതടയ്ക്കുന്നതിനാണ് നമ്മൾ ചുക്കാന എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു കടമല്ലേ, അവൻ ചായ കുടിച്ചു, ബില്ലടയ്ക്കുക എന്നുള്ള ഒരു കടം ബാക്കിയുണ്ട്. ഇവിടെ എവിടെയാ പോകാനുള്ളത്, ഞാൻ കൊണ്ടുവിടാം. യഹാ കഹാ ജാനാ ഹെ. യഹാ ഇവിടെ, എവിടെയാ, കഹാ ജാനാ ഹെ എവിടെയാണ് പോകേണ്ടത്. മേ ചോട് ദൂങ്ക ഞാൻ കൊണ്ടുവിടാം. ഇവിടെ എവിടെയാണ് പോകാനുള്ളത്, മേ ചോട് ദൂങ്ക എന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുവിടാം. ഇവിടെ എവിടെ, യഹാ കഹാ പോകാനുള്ളത് ജാനാ ഹെ. എവിടെയാ പോകേണ്ടത് അങ്ങനെ ചോദിച്ചാലും ഇത് തന്നെ മതി. ഇവിടെ എവിടെയാ പോകേണ്ടത് അങ്ങനെ ചോദിച്ചാലും എവിടെയാ പോകാനുള്ളതെന്ന് ചോദിച്ചാലും ഒക്കെ ഇത് തന്നെയാണ്. യഹാ കഹാ ജാനാ ഹെ ഞാൻ കൊണ്ടുവിടാം. മേ ചോട് ദൂങ്ക. അപ്പൊ ചിലരൊക്കെ നമുക്ക് അവർ റൂഡാണ് റഫാണെന്ന് തോന്നിയാലും ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടാവും, സഹായിക്കുകയും ചെയ്യും. കണ്ടക്ടറിന് ഇത്രയൊന്നും അവനെ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വേണ്ട സർ ഞാൻ പൊയ്ക്കോളാം. സർ വിലാസം ഒന്ന് പറഞ്ഞു തന്നാൽ മതി. വേണ്ട സർ, നെഹി സർ മേ ജാവുങ്ക ഞാൻ പൊയ്ക്കോളാം. നെഹി സർ മേ ജാവുങ്ക, വേണ്ട സർ ഞാൻ പൊയ്ക്കോളാം. ബസ് മുझे ये पता बता दीजिए. ബസ് ഇത്രയും മാത്രം ചെയ്താൽ മതി. ബസ് എന്ന് പറഞ്ഞാൽ മതി എന്നുള്ള അർത്ഥമാണ്. മുझे ये पता बता दीजिए. പത എന്ന് പറഞ്ഞാൽ അഡ്രസ്, ബതാ ദീജിയെ പറഞ്ഞു തന്നാലും, എനിക്ക് ഈ അഡ്രസ് പറഞ്ഞു തന്നാൽ മതി, അല്ലെങ്കിൽ പറഞ്ഞു തന്നാലും. പത ബതാ ദീജിയെ, ഈ അഡ്രസ് പറഞ്ഞു തന്നാൽ മാത്രം മതി, ബാക്കി ഞാൻ പോയിക്കോളാം. ഓക്കെ. നെയ് സർ മേ ജാവുങ്ക, വേണ്ട സർ ഞാൻ പോയിക്കോളാം. മുझे ये पता बता दीजिए. പത എന്ന് പറഞ്ഞാൽ അഡ്രസ്. എടോ നിനക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്കറിയാം. യാർ മുझे पता है कि तुम्हें कहाँ जाना है. യാർ എന്ന് പറഞ്ഞാൽ എടോ,
ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുന്ന പോലെ. അപ്പോൾ ഇവനായിട്ട് കുറച്ച് ഫ്രണ്ട്ലി ആയി ഇവര് വർത്താനം പറഞ്ഞ് ഇവൻ സത്യസന്ധനാണെന്ന് മനസ്സിലാക്കിയതോടുകൂടി കുറച്ച് ഫ്രണ്ട്ഷിപ്പ് കൂടി. അതുകൊണ്ടാണ് എഡോ എന്ന് വിളിക്കുന്നത്. എഡോ എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടുള്ള എഡോ ആണ്. അപ്പം യാർ എന്ന് പറയാം കേട്ടോ. യാർ, നിനക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്കറിയാം. മുജേ പതാഹേക്ക്, എനിക്കറിയാം. തുമേ കഹാൻ ജാന ഹെ, നിനക്ക് എവിടെയാണ് പോകേണ്ടതെന്ന്. നിനക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് എനിക്കറിയാം. അയാള് ഈ ബാഗ്, കളഞ്ഞു പോയ ബാഗ് കിട്ടിയപ്പം അതിൽ ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. അവൻ ഇവിടുന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, അതൊക്കെ എന്തെങ്കിലും കാർഡിൽ അയാൾ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇസ്ലിയെ കഹ രഹാ ഹെ. ഇസ്ലിയെ കഹ രഹാ ഹെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് പറഞ്ഞത്. നീ എങ്ങോട്ടാ പോകേണ്ടത്, നിനക്ക് എങ്ങോട്ടാ പോകേണ്ടത് അതെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ കൊണ്ടുവിടാന്ന്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെയാ ഹിന്ദി പറയാ? ഇസ്ലിയെ കഹ രഹാ ഹെ. ഇസ്ലിയെ അതുകൊണ്ട്, കഹ രഹാ ഹെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞത് എന്ന് പറയുന്നത്, അല്ലെ പറയുന്നത് എന്ന് പറഞ്ഞാലൊക്കെ സെയിം തന്നെ. ഇസ്ലിയെ കഹ രഹ, ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്നാൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണല്ലോ. ഇസ്ലിയെ കഹ രഹാ ഹെ. രമേശ്, മോൻ ബില്ലടയ്ക്കേണ്ട, ചായ എൻ്റെ വക ഫ്രീ. അപ്പോഴത്തേക്ക് രമേശും കുറച്ച് ദയ കാണിക്കാൻ തുടങ്ങി. മോൻ ബില്ലടയ്ക്കേണ്ട, ബേട്ട ബിൽ ക ഭുഗത്താൻ നാ കരേ. ഭുഗത്താൻ എന്ന് പറഞ്ഞാൽ ബില്ല് അടയ്ക്കുന്നതിനാ പറയാ. ബില്ല് പേയ്മെന്റ് ചെയ്യുന്നതിനാണ് പറയുന്നത് ഭുഗത്താൻ. ബിൽ ക ഭുഗത്താൻ, ബില്ല് അടയ്ക്കേണ്ട. നാ കരേ, വേണ്ട. ചായ് മേരെ തരഫ്സെ മുഫ്ത് മേ ഹെ. ചായ എൻ്റെ വക. മേരെ തരഫ്സെ എൻ്റെ വക, എൻ്റെ സൈഡിൽ നിന്ന്, എൻ്റെ വക. മുഫ്ത് മേ ഹെ, മുഫ്ത് എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ടാണ്. മുഫ്ത് മേ ഹെ, ഫ്രീ ആണ്. ക്ഷമിക്കുക, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ക്ഷമാക്കരെ മേനെ ബോത്ത് കുച്ച് കേദിയ. ഇത് രമേശ് പറയുന്നതാണ് ദിലീപിനോട്. ക്ഷമാക്കരെ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കൂ, അല്ലെങ്കിൽ മാപ്പ് തരൂ. മേനെ ബോത്ത് കുച്ച് കേദിയ, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ കുറച്ച് കൂടുതൽ പറഞ്ഞു. കുറച്ച് കൂടുതൽ ഇവൻ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയൊക്കെ പറഞ്ഞിട്ടില്ലേ? കള്ളനാണെന്നും പിന്നെ എല്ലാവരും ഇതുപോലെ കാണിക്കുന്നവരാണെന്നും അടുക്കളയിൽ പാത്രം കഴുകണമെന്നും തുടയ്ക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ അതിനെല്ലാം രമേശ് മാപ്പ് ചോദിക്കുകയാണ്. ക്ഷമിക്കുക, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. രമേശന് നന്ദി പറഞ്ഞുകൊണ്ട് രണ്ടുപേരും നടന്നു നീങ്ങി. രമേശ് കോ ധന്യവാദ് ദേത്തെ ഹുയെ ദോനോ ചലേ ഗേ. രമേശിന് ധന്യവാദ് ദേത്തെ ഹുയെ, നന്ദി പറഞ്ഞുകൊണ്ട്, ദോനോ ചലേ ഗേ, രണ്ടുപേരും നടന്നു നീങ്ങി. നടന്നു പോയിന്നോ നടന്നു നീങ്ങിന്നോ പറഞ്ഞാലൊന്നും കുഴപ്പമില്ല കേട്ടോ. രമേശ് കോ ധന്യവാദ് ദേത്തെ ഹുയെ ദോനോ ചലേ ഗേ. ഇതൊരു സ്പോക്കൺ ഹിന്ദി വീഡിയോ ആണ്. അപ്പോൾ ഹിന്ദി സംസാരിക്കുമ്പോൾ നമുക്ക് ഈ ദേശമൊക്കെ നമുക്ക് സ്വന്തം കൺവീനിയൻസിന് വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്യാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.